12 മാസങ്ങളിൽ 4 മാസം മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസത്തിന് പവിത്രത കൂടുതലാണ്. ഈ 4 മാസത്തെ പറ്റി പ്രത്യേകം അല്ലാഹു പറഞ്ഞു, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ആ 4 മാസം ബാക്കി 8 മാസം പോലെയല്ല. ആ 4 മാസത്തിൽ നിങ്ങൾ നിങ്ങളെ ശരീരത്തോട് അന്യായം ചെയ്യരുത്. നമ്മളോട് യുദ്ധത്തിന്റെ വിഷയം മാത്രമല്ല, ആ 4 മാസത്തിൽ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ശിക്ഷ കൂടുതലുണ്ട്. 4 മാസത്തിൽ പരിഗണനയോടെ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് പ്രതിഫലങ്ങൾ കൂടുതലുണ്ട്. വർഷത്തിന്റെ തുടക്കത്തെ മാസം ഏതാണ്? മുഹറം. പിന്നെ നിങ്ങൾ നോക്ക്, മുഹറം ഇങ്ങനെ കഴിഞ്ഞ് ഒരു 5 മാസം ഇങ്ങനെ കറങ്ങി വന്നാൽ അള്ളാഹു മറ്റൊരു മാസം കൂടി വെക്കുന്നു, റജബ്. പിന്നെ അള്ളാഹു തആല 2 മാസം കൊണ്ടുവന്നു വെക്കുന്നു വർഷത്തിന്റെ അവസാനത്തിൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. മുഅ്മിനീങ്ങളോടുള്ള റഅഫത്ത് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് യുദ്ധം നിഷിദ്ധമായ ബഹുമാനം അർഹിക്കുന്ന 2 മാസങ്ങൾ അള്ളാഹു ഒരുമിച്ച് വെച്ചു വർഷത്തിന്റെ അവസാനത്തിൽ. പോരായ്മകളൊക്കെ തീർത്തോട്ടെ. ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസം.